റിപ്പോർട്ട്സ് കിട്ടി. പോവാ, വാ വീട്ടിൽ പോവാ, വാ വാ എല്ലാരും വാ, പോവാ വീട്ടിൽ പോവാ, അമ്മ വാ വീട്ടിൽ പോ. അങ്ങനെ അങ്ങ് പോയാലോ? ആ റിപ്പോർട്ടിങ് കാണിച്ചേ. അല്ല അതൊക്കെ നമുക്ക് വീട്ടിൽ പോയി നോക്കാം. അമ്മ പറഞ്ഞേ, നമുക്ക് ആഘോഷിക്കണ്ടേ? ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞത്? ഈശ്വര, ആരുടെ റിപ്പോർട്ടാണോ അത്? അതിൽ പേഷ്യന്റ് പേരുണ്ടാവുമല്ലോ. ഈശ്വര, പിടിച്ചോ. ഇതില് ശാലിനിയുടെ പേരില്ലല്ലോടാ. അത്രയും രക്ഷപ്പെട്ടു. വേറെ ആരുടെയും പേര് കണ്ടുപിടിച്ചില്ലല്ലോ. പേരുള്ള വേറെ പേപ്പർ ഫയൽ മറ്റേ ഫയലിന്റെ അകത്തുണ്ടാവും. വേറെ പേപ്പർ ഫയലിലുണ്ടെന്നോ? നീ എന്താ ഈ പറയുന്നത്? എന്ന് വെച്ചാലേ ഈ ശാലിയുടെ റിപ്പോർട്ട്സ് മൊത്തം ഒറ്റ ഫയലായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ അതില് ഈ പേപ്പർ വേറെ, വേറെ ഫയല് വേറെ പ്രത്യേകിച്ചായിട്ട് വെക്കണ്ടല്ലോ. അങ്ങനെ ഫയലായിട്ട് എല്ലാ റിപ്പോർട്ടും നമ്മുടെ കയ്യിൽ വേണം. അങ്ങനെ വേണ്ടത്. എന്നാ പിന്നെ നമുക്ക് മുഴുവൻ ചെക്കപ്പും കഴിഞ്ഞിട്ട് പോയാ മതി. അല്ലമ്മ, ബാക്കി ചെക്കപ്പൊക്കെ മറ്റു ദിവസം നടത്തിയാ പോലെ. അമ്മ ഇങ്ങോട്ട് വന്നേ, നമുക്ക് അവിടെ പോയി ആഘോഷിക്കണ്ടേ? വിടടാ. എന്തോ ഇത് ചെക്കപ്പ് അല്ല ഇന്ന് നടത്തിയ എന്താ കുഴപ്പം? ഇന്ന് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ? നീ ഇങ്ങോട്ട് മാറ്. മാറ്. എല്ലാം ഒന്നും കൂടി ഒന്ന് ഉറപ്പിച്ച അമ്മയ്ക്കൊരു സമാധാനാവും. ആ കുട്ടിക്ക് ഈ ജന്മം ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ശേഷിയില്ല. അവർക്ക് ഡിസ്ചാർജ് കൊടുത്തേക്കാം. എനിക്കറിയാവുന്നവരാ അവര്. അങ്ങനെ തുറന്നു പറയണോ ഡോക്ടർ? ആ പെൺകുട്ടിയും ഭർത്താവും തകർന്നു പോവും. പിന്നെ വീട്ടുകാര് അവരെനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുക. മകനൊരു കുട്ടിയെ പ്രതീക്ഷിച്ച അവരവന്റെ കല്യാണം നടത്തിയത് തന്നെ. അത് നടക്കില്ല എന്നറിഞ്ഞ അവരാ പെൺകുട്ടിയെ ഉപേക്ഷിക്കാൻ വരെ സാധ്യതയുണ്ട് ഡോക്ടർ. അതെ, എന്ന് കരുതി അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ കള്ളം പറയണോ? അങ്ങനെ പറഞ്ഞാൽ ആ സന്തോഷം നീണ്ടു നിൽക്കുമോ? ഒരു ഡോക്ടർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം അത്. എക്സ്ക്യൂസ് മീ. യെസ്. ഒന്ന് മാറി. ഡോക്ടർ, ഇതെന്റെ മരുമകളുടെ ടെസ്റ്റ് റിപ്പോർട്ടാ. പക്ഷേ ഇതിൽ ഇവളുടെ പേരില്ല. മരുമകളെന്ന് പറഞ്ഞത് ഇവളാ, ശാലിനി. ഞാൻ ഈ കുട്ടിയെ പരിശോധിച്ചെന്നോ? അയ്യോ, അത് ഈ ഡോക്ടർ അല്ല. ആ സമയത്ത് ഈ റൂമിൽ വേറൊരു ഡോക്ടർ ആയിരുന്നു അല്ലേ ഡോക്ടറെ? ആ സമയത്ത് വേറെ ഡോക്ടർ ആയിരുന്നില്ലേ അല്ലേ? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഈ കുട്ടിയെ ചെക്കപ്പ് ചെയ്യണോ? ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്കപ്പ് ചെയ്യണം. ഓക്കെ, ടെസ്റ്റ് ചെയ്യാം. നിങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് നിൽക്ക്. ശരി, വാ രോഹിത്. എന്താ ചെയ്യുക? ഇരിക്കും നിങ്ങള്. ഇരിക്കുക.
തരികിട നീ തരികിട ഇവൻ തരികിട അവൻ തരികിട ഞാൻ തരികിട നീ തരികിട ഇവൻ തരികിട അവൻ തരികിട ഞാനും നീയും ഇവനും അവനും നമ്മാനും മാലോലവനും എല്ലാം തരികിടതും എല്ലാം തരികിടതും എല്ലാം തരികിടതും ഞാനും നീയും ഇവനും അവനും നമ്മാനും മാലോലവനും എല്ലാം തരികിടതും ഗുരുവായൂർ ഗുരുവായൂർ തരികിടതൻ ഗുരുവായൂർ ഇടമണിതൻ നെഞ്ചേ ഇത് കുട്ടിയുടെ റിപ്പോർട്ട് തന്നെയാണോ? അതെ. ഇത് കുട്ടിയുടെ പേരില്ലല്ലോ. ചോദിച്ചത് കേട്ടില്ലേ? മറുപടി പറയൂ കുട്ടി. എനിക്കറിയില്ല ഡോക്ടർ. കുട്ടിക്കറിയാമോ, ഈ ക്യാബിൻ എന്റേത് മാത്രമാണ്. ഇവിടെ വേറെ ഡോക്ടർമാരും വന്നിരിക്കാറില്ല. എന്താ കുട്ടിയുടെ പേര്? ശാലിനി. കിടക്കൂ, നോക്കട്ടെ. കിടക്കൂ. ഈശ്വര, സർവ്വതും തീർന്നു. എന്താടാ ടെൻഷൻ ടെൻഷൻ ടെൻഷനോ? ആ, ഈ ഭർത്താക്കന്മാർക്ക് ഈ സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, അതാ. ശാലിനിക്കൊപ്പം വന്നവരെ ഡോക്ടർ വിളിക്കുന്നു. പേടിക്കാനൊന്നുമില്ലല്ലോ അല്ലേ? ഏ അല്ല, ഞാൻ എന്നോട് തന്നെ പറഞ്ഞ എല്ലാത്തിനും ഇപ്പൊ തീരുമാനമാവും. എന്താ ചെല്ല. ശ്യാമേ, എഴുന്നേൽക്ക്. എന്തായാലും നേരിട്ടല്ലേ പറ്റൂ. എന്തുവാടാ ഇത്? ഒന്നുമില്ല അമ്മ, ഞാൻ ടെൻഷനില്ലേ. അമ്മ ഇരിക്കണം. എന്താടാ? വല്ലാത്ത ടെൻഷൻ. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവാണ്. ശാലിനി ഗർഭിണിയാണ്. Congrats.
പുറത്തേക്ക് നിൽക്ക്. ശരി, വാ രോഹിത്. ഈ കുട്ടിയെ റൂമിലേക്ക് കിടത്തു. ആ വരൂ. ഡോക്ടറെ ഒന്ന് സഹായിക്കണം. ഡോക്ടറെ അപ്പോൾ ശാലിനി പ്രഗ്നന്റ് ആണെന്നുള്ള റിപ്പോർട്ട് വരാൻ പറ്റുമോ? ഒന്ന് സഹായിക്കണം ഡോക്ടർ. ജീവിത പ്രശ്നമാണ്, വേറെ ഒന്നും വിചാരിക്കില്ലേ. എന്താണോ ഇത്? ഡോക്ടറെ ഒന്ന് രക്ഷിക്കണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പറഞ്ഞോടെ പറയണേ. ഓക്കെ. അല്ല ഇയാള് വെച്ചോ ഡോക്ടർ, ഒരു റിപ്പോർട്ട് കൊടുക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. താങ്ക്സ് ഡോക്ടർ. മാറടാ. എടാ മാറടാ അങ്ങോട്ട്. എടാ ഓ, ആയിക്കോട്ടെ, ആയിക്കോട്ടെ. മാറാനല്ലേ നിന്നോട് പറഞ്ഞത്. രക്ഷപ്പെട്ട്. എന്റെ പൊന്ന്, അവസാനം എന്റെ ആഗ്രഹം സാധിച്ചു തന്നു. എന്റെ മുത്താ നീ. ഇറങ്ങാം, വാ മോളെ. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ സന്തോഷ വാർത്ത അച്ഛനെ അറിയിക്കണം. വാ. ഒന്ന് മാറടാ. വീണ്ടും ടെൻഷൻ ടെൻഷൻ. ഒന്ന് മാറ്റിയിട്ടോട്ടെ. വാ, സൂക്ഷിച്ച്. സൂക്ഷിമോ സൂക്ഷിമോ സൂക്ഷിച്ചങ്ങോട്ട് പൊക്കോളൂ. അയ്യോ, താങ്ക്സ് ഡോക്ടറെ. ഓ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ലേ. ഞാൻ അങ്ങോട്ട്. എടോ അല്ല, എടോ ഒരു കാര്യം പറയാനുണ്ട്. എന്തേ? ഒന്നും പറയല്ലോ ഡോക്ടറെ. പൈസ ഒക്കെ കറക്റ്റാ. ഡോക്ടർ ഫുള്ള് റിപ്പോർട്ട് സംഘടിപ്പിച്ചു തന്നല്ലോ. ബാക്കിയൊക്കെ ഞാൻ നോക്കണം. എടോ അതല്ലെന്ന്. വേറെ ഒന്നുമില്ല ഡോക്ടറെ. എന്നാ ഞാൻ വരട്ടെ. ഞാനിനി ഇവിടെ നിന്നാലേ അമ്മയ്ക്ക് സംശയം തോന്നും. കാഞ്ഞ പുള്ളി എന്റെ അമ്മ. ഡോക്ടർക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. അപ്പൊ ഇവിടെ നേഴ്സേ, ഞാൻ പോയിട്ട് വരട്ടെ. എടോ ശ്ശെ. എന്താ ഡോക്ടറെ? അയാളുടെ ഭാര്യ ശരിക്കും ഗർഭിണിയാ. പിന്നെ അയാൾ എന്തിനാ എനിക്ക് താങ്ക്സ് പറയുന്നത്? ഞാൻ അയാളെ കൺഗ്രാജുലേറ്റ് ചെയ്യല്ലേ വേണ്ടത്. അയാളെ തിരിച്ചു വിളിക്കണം ഡോക്ടർ. ആ, ഒന്ന് ചെന്ന് വിവരം പറഞ്ഞേക്ക്. ഡോക്ടർ, ശരിക്കും ആ കുട്ടി ഗർഭിണിയാണെന്ന് പറഞ്ഞ അയാൾ തന്ന പണം തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ? കൊടുക്കണം. അത് വേണ്ട ഡോക്ടർ, ആ പണം എനിക്ക് തന്നേക്ക്. കുട്ടികൾക്ക് വേണ്ടിയ ഡോക്ടർ. സ്കൂള് തുറക്കുകയല്ലേ, കുറച്ച് ചെലവ് കൂടുതലുണ്ട്. ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയുന്നില്ല. ഒരു കുഴപ്പമില്ല ഡോക്ടർ. ഡോക്ടർ കള്ളമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അയാളുടെ ഭാര്യ ശാലിനി ഗർഭിണിയാണെന്ന് തന്നെയല്ലേ പറഞ്ഞത്. ഇനി അല്ലാന്ന് വിചാരിച്ചാലും 1-2 ആഴ്ചക്കുള്ളിൽ സത്യം അറിഞ്ഞോളും. ആർക്കും ഒരു ദ്രോഹവും ഇല്ലല്ലോ ഡോക്ടർ. ഓട്ടോയിൽ ഇരുന്നിരുന്ന് എന്റെ നടു ഒടിഞ്ഞടി. ഇവിടെ ബാക്കിയുള്ളവരുടെ ജീവിതം തന്നെ കുട്ടിച്ചോറായിരിക്ക. അതിന്റെ ഇടയിൽ അമ്മയുടെ ഒരു നടു. എത്രയായി? 150. മുടിഞ്ഞ ചാർജ് ആണല്ലോടോ. കാറുണ്ടല്ലോ, പിന്നെന്താ എടുത്തോണ്ട് പോകാൻ പാടില്ലായിരുന്നു നിങ്ങൾക്ക്? അപ്പൊ പെട്രോൾ ചെലവാകും അല്ലേ? ഇതാ QR കോഡ്. ദേമേ, നമ്മുടെ കാറ് ഇതാരാ ഇവിടെ കൊണ്ടുവന്നിട്ടെ? അമ്മേ, മുൻവാതിൽ തുറന്നെടുക്കുന്നു.
നീ വന്നേ. അമ്മേ സൂക്ഷിക്കണം. കള്ളന്മാരോ മറ്റോ ആണെങ്കിൽ മാരകായുധങ്ങൾ കയ്യിലുണ്ടാവും. ഒന്ന് പോടി അവിടുന്ന്. സർലയുടെ വീട്ടിൽ കയറാൻ മാത്രം ധൈര്യമുള്ള കള്ളൻ ആരാണെന്ന് എനിക്കൊന്ന് കാണണം. വന്നു കണ്ടാവും. എവിടെ പോയിരുന്നു? എന്നാണ് വെറുതെ പല്ലു അടിച്ച് ഓട്ടിക്കുന്ന? പറയാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലപ്പേരാണെങ്കിൽ പറയണ്ട. ആരുടെ കല്യാണത്തിന് പോയാലും ബിരിയാണി എനിക്ക് ശീലമാണ്. അതിപ്പോ സ്വന്തം കല്യാണത്തിനായിട്ട് അതിനൊരു കുറവ് വരുത്തട്ടെന്ന് കരുതി. നിങ്ങൾ രണ്ടുപേരുണ്ടാവും. ചിക്കൻ അല്ലേ ഇവിടുത്തെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. ബിരിയാണി റൈസ് മുതൽ നെയ്യ്, കറുകപ്പട്ടയും ഗ്രാമ്പും എല്ലാം ഇവിടുത്തെ കിച്ചണിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുത്തൻ്റെ അടുത്ത് ഒരു സമാനവും പറയണ്ട. അയ്യോ, നിങ്ങൾക്ക് വേണമായിരുന്നോ? ചേടാ, ഒരാൾക്കുള്ളത് ഉണ്ടാക്കിയോളായിരുന്നേ. അതാണെങ്കിൽ ഞാൻ കഴിച്ചും പോയി. പിന്നെ ഉള്ളത് കണ്ട ചിക്കൻ്റെ ഒക്കെ ചെറിയ പീസുകളാണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കൂ രണ്ടുപേരും. വേണ്ടേ? വേണ്ട. നിങ്ങളുടെ മനസ്സിൽ എന്നെ കുറിച്ച് കുറച്ച് ദേഷ്യമോ കാണുമെന്ന് എനിക്കറിയാം. പക്ഷെ അതാണ്ടേ, ഞാൻ നിങ്ങളുടെ കള്ളൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ ചിറക്കൽ രാമേന്ദ്രന്റെ മകനാണെന്ന് പറഞ്ഞത് സത്യമാണെന്ന്. ആണ്. ഈ ബിസിനസ് നടത്തി ജീവിക്കുന്ന രാമേന്ദ്രൻ മാത്രമാണോ ചിറക്കൽ രാമേന്ദ്രൻ? തോപ്പുംപടിയിൽ തോട്ടുവക്കിൽ ചിറക്കടുത്ത് ഓല വളച്ച് കെട്ടി താമസിക്കുന്ന രാമേന്ദ്രനും ചിറക്കൽ രാമേന്ദ്രൻ തന്നെ. അപ്പം നിങ്ങൾ ചോദിക്കും, പിന്നെന്തിനാ ഞാൻ കാർ എടുത്ത് രക്ഷപ്പെട്ടു പോയെന്ന്. അതിന് കാരണമുണ്ട്. ചില സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്ര സത്യമാണെങ്കിലും ആൾക്കാർക്ക് അത് ബോധ്യം വരണമെന്നില്ലെന്നേ. പെട്ടെന്നുള്ള വേവന ആൾക്കാർ കയറി അങ്ങ് കൈവയ്ക്കും അല്ലേ? വരുന്നവനും പോകുന്നവനൊക്കെ നമ്മളെ കയറി പഞ്ഞിക്കിടാൻ വരുമെന്ന്. തടി നമ്മക്കുള്ളതാണല്ലോ. വിടക്കാക്കി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കാണെങ്കിൽ അത് പലതവണ അനുഭവം ഉണ്ടെന്ന്. ഇപ്പോഴാണെങ്കിൽ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. സുസ്മിതയ്ക്കൊപ്പം ഇവിടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ ആഘോഷിക്കാനുള്ളതല്ലേ? അയ്യോ സോറി, ഇപ്പൊ പറഞ്ഞൊരു തിരുത്തുണ്ടേ. ഫസ്റ്റ് നൈറ്റ് അല്ല, സെക്കൻഡ് നൈറ്റ്. സൂപ്പർ ബിരിയാണി ആയിരുന്നു. സുസ്മിത, ഞാനൊന്ന് കൈ കഴിച്ചിടാം. ഈ പാത്രങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചേക്കണം. എന്താ അമ്മ ഇതെല്ലാം? ഓക്കെ, ഈ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു മയക്കം പതിവുള്ളതാ. ഞാൻ മുകളിലേക്ക് പോവാണേ. അയ്യോ എന്റെ മാല. കല്യാണപ്പയ്യെ പോരുന്നു മയങ്ങാൻ. തെച്ചിപ്പൂവേ തിങ്കാശിപ്പൂവേ മച്ചന് ഇപ്പൊ എന്താ അമ്മയൊന്നും മിണ്ടാത്തെ?
ഇവൻ നമ്മൾ വിചാരിച്ചതിനേക്കാൾ സൂത്രശാലിയും അപകടകാരിയുമാണ് മോളെ. ബുദ്ധി കൊണ്ട് വേണം ഇവനെ കൈകാര്യം ചെയ്യാൻ. അമ്മ ബുദ്ധിയും സാരോപദേശമായിട്ട് ഇവിടെ കുത്തിയിരുന്നോ? എന്റെ ജീവിതം പൊട്ടി തകർന്നു പോയിട്ട് അമ്മയ്ക്ക് ഒരു ചൂടും ഇല്ലല്ലേ? എടി, ഞാൻ പറയുന്നു. വേണ്ട, ഇനി അമ്മ ഒരു കുന്തം ചെയ്യണ്ട. എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. അയ്യോ, ചോളം കൊയ്യാൻ നേരമായി. അപ്പോ ഇവരുള്ള കാര്യങ്ങൾ സക്സസ്. കൊള്ളാം.